കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന, ആർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു എളുപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒറ്റ പോട്ടിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കണേ. ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടന്നാലോ. അപ്പോൾ നമ്മുടെ എളുപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ സാധാരണ കട്ട് തന്നെയാണ് കേട്ടോ. 2 ലെഗ് പീസ് മാത്രം കട്ട് ചെയ്യാണ്ടിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, വിനാഗിരി, ചെറുനാരങ്ങ നീര് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി ഇരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ഇനി ഞാനിവിടെ ഒരു 1.5 കുടം വെളുത്തുള്ളി, ഒരു 10-30 ചുവന്നുള്ളി, അതുപോലെ 5-10 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 3 തക്കാളി, പിന്നെ നമുക്ക് മസാലയായിട്ട് 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 കഷ്ണം പട്ട, ഒരു 10-12 കരിയാമ്പൂ, 5-10 ഏലക്കായ, ഒരു ടീസ്പൂൺ കുരുമുളക്, കസ്കസ്, അതുപോലെ നമ്മുടെ ബേ ലീഫ്, പിന്നെ നമ്മുടെ നട്ട്മെഗ് ഉണ്ടല്ലോ, ജാതിയുടെ ഉള്ളിലത്തെ സംഭവം, ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ പിടി മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക്, ഇതെല്ലാം ചെറുതാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച സംഭവങ്ങളൊക്കെ കൂടി മിക്സിയിൽ നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നേരം കൂടെ വെച്ച് കൊടുക്കാം. സവാളയും കൂടി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ വറുത്ത ആ നെയ്യിലേക്ക് നമ്മൾ അല്പം കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കോഴി വഴറ്റാനുള്ള സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടേക്കാം. ഇപ്പം നമ്മുടെ സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. നമ്മളിതിലേക്ക് ഒരുപാട് മുളക് വേറെ ചേർക്കണില്ല, കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാളയും മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ തിളച്ചിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാനിതിലേക്ക് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു 4 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കണേ. ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല അരിയാണ്. അത് നല്ല പോലെ വാഷ് ചെയ്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതൊരു 20 മിനിറ്റ് നേരം ഒന്ന് കുതിർന്ന് കിട്ടണം നമുക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്ത് ചാറൊക്കെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കവും, അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും പീസാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 20 മിനിറ്റ് നേരം കുതിർത്ത് വെച്ച നമ്മൾ അരി ഉണ്ടല്ലോ, ആ അരിയും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു 6 കപ്പ് വെള്ളം, ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് 6 കപ്പ് വെള്ളം, 2 ഏലക്കായ, 2 കറിയാമ്പൂ, 2 ബേ ലീഫ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരിയിലേക്ക് ഒന്ന് അത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഇതിലേക്ക് ഞാനൊരു മാഗിയുടെ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്, അരി അങ്ങോട്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തീ ഏറ്റവും മിനിമത്തിലേക്ക് വെക്കാം.
അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു അല്പം നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് സവോള വറുത്തത്, അതുപോലെ നമ്മുടെ മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, അതുപോലെ മുന്തിരി, ഇതൊക്കെ വറുത്തത്, എല്ലാ വറവുകളും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് നേരം കൂടി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരല്പം ബിരിയാണി മസാലയും കൂടിയാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സിംഗിൾ പോട്ട് ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ബിരിയാണിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ബെസ്റ്റ് വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.